നമസ്കാരം, രുചിയുടെ ലോകത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന രുചിയേറിയ വിഭവത്തിന്റെ പേര് എഗ് പഫ്സ്. നമുക്കിതിന്റെ ഇൻഗ്രീഡിയൻസ് ആദ്യം ഒന്ന് പരിചയപ്പെടാം. ആദ്യം തന്നെ ഏകദേശം എത്രയാ? നമ്മളൊരു 8 മുട്ട എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ 8 മുട്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ പറയുന്നത്. ഒരു 3 ഇതള് കരിയാപ്പില, 3 തണ്ട് കറിവേപ്പില. പിന്നെ ഞങ്ങൾ ഇവിടെ ഒരു 3 സവോള എടുത്തിട്ടുണ്ട്. 3 സവോള കേട്ടോ. ഇത് ഒരു വലിയ പാത്രമാണ്. ഒരു സവോള ഞങ്ങൾ എക്സ്ട്രാ എടുത്തേക്കുന്ന, അത് വേറൊരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ 3 സവോള നമ്മൾ ഇടാൻ ഉദ്ദേശിക്കുന്നു. പിന്നെ മഞ്ഞപ്പൊടി, ഓക്കെ, മുളക് പൊടി, ഓക്കെ, മല്ലിപ്പൊടി, ഗരം മസാല, ഓക്കെ, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. ഓക്കെ, അപ്പോൾ അത് ഇൻഗ്രീഡിയൻസ് എന്തോരം ഉണ്ട്, അതിൻ്റെ എമൗണ്ട് നമ്മളത് കുക്ക് ചെയ്യുന്ന സമയത്ത് ഒന്നും കൂടെ വിശദീകരിച്ച് പറയുന്നതായിരിക്കും. പിന്നെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് പറയാൻ മറന്നുപോയി, പഫ് പേസ്ട്രി. പഫ് പേസ്ട്രി. അപ്പം നമ്മളിവിടെ ഇതൊരു വലിയ ഷീറ്റാണ്. അപ്പോൾ അത് നമ്മൾ ഒരെണ്ണം ഒരു 8 എണ്ണമായിട്ട് നമ്മൾ മുറിച്ചിട്ടുണ്ട്. അങ്ങനത്തെ നമ്മൾ ഓക്കെ 3 ഷീറ്റ്. അപ്പം നമ്മൾ 8 എണ്ണം കൊണ്ട് 16 എഗ് പഫ്സിനുള്ള ഷീറ്റ് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ കുക്കിങ്ങിലോട്ട് പോവാം. ഓക്കെ, നമുക്കിനി എഗ് പഫ്സിൻ്റെ മസാല തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി വലിയൊരു പാത്രം നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്ത് വെച്ചു സ്റ്റൗവിൽ. അതിനുശേഷം എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഏകദേശം 3 ടേബിൾ സ്പൂണോളം എണ്ണ നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. നമ്മളിവിടെ കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. എണ്ണ നന്നായിട്ട് ചൂടാക്കി കഴിയുമ്പോൾ കടുക് പൊട്ടിക്കണം അല്ലേ? ഓക്കെ, അപ്പോൾ കടുക് ഇടാനായിട്ട് ഓക്കെ നമ്മൾ കടുക് ഇപ്പോൾ ഇട്ടിട്ടുണ്ട്. എണ്ണ നല്ലതായിട്ട് ചൂടായതുകൊണ്ട് കടുക് പൊട്ടാൻ തുടങ്ങിയിരിക്കുകയാണ്. കടുക് നന്നായിട്ട് പൊട്ടി കഴിയുമ്പോഴേക്കും നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ഇതിലോട്ട് ആഡ് ചെയ്യാം. അപ്പോൾ എന്താണ് നമ്മൾ ആഡ് ചെയ്യുന്നത്? നമ്മൾ ഇഞ്ചിയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇഞ്ചി നേരത്തെ അരിഞ്ഞ് വെച്ചിരുന്നത് ഏകദേശം 1.5 സ്പൂണ് ഇഞ്ചി. ഓക്കെ, പിന്നെ 1.5 സ്പൂണ് ഇഞ്ചി നമ്മൾ ഇത്ര ഇങ്ങനെ ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്ന ഇഞ്ചി അല്ലേ? പിന്നെ വെളുത്തുള്ളി ഓക്കെ 1 സ്പൂണ്. ഓക്കെ, പിന്നെ 3 പച്ചമുളകും ഉണ്ട്. ഓക്കെ, നമ്മുടെ കയ്യിലുള്ള വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയൊക്കെ സൈസ് അനുസരിച്ച് ചെയ്യുക. നമ്മളിവിടെ ഏകദേശം 1.5 സ്പൂൺ ഇഞ്ചി ഇട്ടിട്ടുണ്ട്. 1 സ്പൂൺ വെളുത്തുള്ളിയും ചോപ്പ് ചെയ്തത്. പച്ചമുളക് നമ്മൾ എത്ര ആഡ് ചെയ്തു? 3 പച്ചമുളക്. ഓക്കെ, 3 പച്ചമുളക് നമ്മൾ കീറിയിട്ടിട്ട് ആഡ് ചെയ്തേക്കുവാണ്. ഇനി നമ്മൾ അത് ഒന്ന് പച്ചമണം മാറി കഴിഞ്ഞിട്ട് ആഡ് ചെയ്യുന്നതെന്ന് തോന്നുന്നു അല്ലേ? നമ്മൾ സവോള ആഡ് ചെയ്യുവാണ്. ഓക്കെ, നമ്മൾ അരിഞ്ഞ് വെച്ച 3 വലിയ സവോള, നീളത്തിൽ സ്ലൈസ് ചെയ്ത സവോളയാണ്. 3 വലിയ സവോളയുണ്ട്. മസാല നമുക്ക് എഗ് പഫ്സിൻ്റെ അകത്ത് നമുക്ക് നന്നായിട്ട് മസാല കിട്ടുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ 3 വലിയ സവോള ആഡ് ചെയ്യുന്നുണ്ട്. നമുക്കിത് നന്നായിട്ട് സോട്ടേ ചെയ്തെടുക്കാം അല്ലേ? ഇതിലോട്ട് ഉപ്പും കൂടെ ആഡ് ചെയ്യണമായിരിക്കും അല്ലേ? ഓക്കെ, ഉപ്പും 2 കറിവേപ്പില. ഓക്കെ, കറിവേപ്പിലയും കൂടെ നമ്മളിതിലോട്ട് 2 തണ്ട് കറിവേപ്പിലയും കൂടെ നമ്മളിപ്പോൾ ആഡ് ചെയ്തു. ഒരു ഇച്ചിരി ഉപ്പ്. ഓക്കെ, ഇത് വേവാനായിട്ടുള്ള ഉപ്പ്, ഇതിലോട്ട് പിടിക്കാനുള്ള ഉപ്പ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക അല്ലേ? ഓക്കെ, നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ട് സോൾട്ട് ചെയ്ത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകാനായിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളൊരു മീഡിയം ഫ്ലെയിമിലിട്ടാണ് സവോള കുക്ക് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ സവോള ഏകദേശം ആയിട്ടുണ്ടെന്ന് തോന്നുന്നല്ലേ? ഒരു 20, ഞങ്ങൾക്ക് ഇത്രയും പഫ്സിന് വേണ്ടി ഒരു 20-25 മിനിറ്റ് എടുത്തു. ഈ സവോളയുടെ കളറെല്ലാം മാറി നന്നായിട്ട് ആയിട്ടുണ്ട്. ഇനി നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തു. എന്നിട്ട് ഇനി മസാലകൾ ആഡ് ചെയ്യുവാണ് ഇതിൻ്റെ കൂടെ. ഓക്കെ, ഇതിന് ആവശ്യമായിട്ട് ആദ്യം നമ്മൾ മല്ലിപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു 2 സ്പൂൺ മല്ലിപ്പൊടി ഉണ്ട്. ഓക്കെ, 2 ടീസ്പൂൺ മല്ലിപ്പൊടി നമ്മൾ ആദ്യം ആഡ് ചെയ്തു. എന്നിട്ടൊന്ന് പതുക്കി ഒന്ന് ഇളക്കി കൊടുക്കുക. അതിൻ്റെ ആ മണം അങ്ങ് പോയി കഴിയുമ്പോൾ നമ്മൾ അടുത്ത പൊടി ആഡ് ചെയ്യാം. ഓക്കെ, അതൊന്ന് ഇളക്കി കൊടുത്തു. അപ്പോൾ ഇത് ഏകദേശം 20-25 മിനിറ്റോളം നമ്മൾ സവോള വഴറ്റി എടുത്തിട്ടുണ്ട്. ക്ഷമയോടെ കാത്തിരിക്കണം. ഇത്രയും സവോള അത് ലോ ഫ്ലെയിമിൽ അല്ല മീഡിയം ഫ്ലെയിമിൽ വെച്ചാന്ന് തോന്നുന്നു അല്ലേ? മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ് നമ്മളിത് വഴറ്റിയെടുത്തിരിക്കുന്നത്. നമ്മൾ ആദ്യത്തെ പൊടി ഇട്ട് കൊടുത്തു, മല്ലിപ്പൊടി. കൊറിയാണ്ടർ പൗഡർ നമ്മൾ 2 ടീസ്പൂൺ ഇട്ടിട്ടു. ഇനി മല്ലിപ്പൊടി ആയിട്ടുണ്ട്. അടുത്ത് നമ്മൾ മുളക് പൊടിയാണ്. മുളക് പൊടി 1 സ്പൂണാണ് നമ്മൾ ഇടുന്നത്. ഓക്കെ, ഇത് കാശ്മീരി ആണോ അതെയോ?
കാശ്മീരിയാണ്. ഓക്കെ, കാശ്മീരി മുളക് പൊടി നമ്മൾ 1 ടീസ്പൂൺ. നമ്മൾ കാരണം ആദ്യം പച്ചമുളക് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു 3 എണ്ണം, പിന്നെ അതുകൊണ്ടാണ് 1 സ്പൂൺ ഇട്ട് കൊടുത്തത്. ഓക്കെ, വേവ് കൂടി പോകാൻ അല്ലെങ്കിൽ എരിവ് കൂടിപ്പോവും. ഓക്കെ, നമ്മളപ്പോൾ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി അത് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിൻ്റെ ഒന്ന് ഇതൊന്ന് മാറി വന്നിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് നമ്മൾ അതിലോട്ട് കുറച്ച് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ ആഡ് ചെയ്തു. അതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് അടിയിലൊക്കെ പിടിക്കാതെ. നമ്മൾ നോൺ സ്റ്റിക്കി പാൻ അല്ല യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ നമ്മൾ ഒത്തിരി ശ്രദ്ധിച്ചാണ് ചെയ്യണേ. നോൺ സ്റ്റിക്കി പാൻ ഇപ്പം ഒട്ടും കൊള്ളത്തില്ലെന്നൊക്കെയാണ് പറയുന്നത്. അതുകൊണ്ട് ഞങ്ങളിപ്പം സ്റ്റീലിൻ്റെ പാത്രത്തിലാണ് ഒടി ഉണ്ടാക്കുന്നത്. അടി കട്ടിയുള്ള പാത്രമാണ്. ഇനി അത് കഴിഞ്ഞിട്ട് ഇത് ഒന്നായിട്ടുണ്ട്. നമ്മളിനി ഇതിലോട്ട് ഗരം മസാലയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2 സ്പൂൺ ഗരം മസാലയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഓക്കെ, ഗരം മസാല 2 സ്പൂൺ. ഇവിടെ തന്നെ പൊടിച്ച ഗരം മസാലയാണ്, നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്നതല്ല. അപ്പം അതിന് കൂടുതൽ ടേസ്റ്റും ഫ്ലേവർ എല്ലാം കൂടും അല്ലേ? നമ്മൾ തന്നെ പൊടിച്ചാൽ അപ്പോൾ പൊടിച്ചെടുക്കുവാണെങ്കിൽ ഒന്നുകൂടെ നല്ലതാണെന്ന് തോന്നുന്നു അല്ലേ? നമ്മളിവിടെ നേരത്തെ പൊടിച്ച് നമ്മൾ ടിന്നിൽ അടച്ച് സൂക്ഷിച്ചതാണ്. അപ്പോൾ അത് അപ്പോൾ പൊടിച്ചെടുക്കുവാണെങ്കിൽ ഗരം മസാലയ്ക്ക് ഒന്നും കൂടെ ഫ്ലേവറും നമ്മുടെ ആ മസാലയ്ക്ക് അതിൻ്റെ ഒരു നല്ല ടേസ്റ്റൊക്കെ കിട്ടും. നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ സമയമുണ്ടെങ്കിൽ അപ്പം പൊടിച്ചെടുക്കുക, അല്ലെങ്കിൽ നേരത്തെ നമ്മൾ പൊടിച്ച് വെച്ച ഗരം മസാല ആഡ് ചെയ്യാം. അപ്പം അത് നമ്മൾ അടിയിൽ പിടിക്കാതെ വീണ്ടും മീഡിയം ഫ്ലെയിമിലാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് പൊടിയെല്ലാം ഒന്ന് എണ്ണയിലൊക്കെ ഒന്ന് കിടന്ന് നന്നായിട്ട് വെന്ത് വന്ന് വെയിറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ടോ? എല്ലാ മസാലയും നന്നായിട്ട് ചേർന്ന് മസാല എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അതുണ്ടാക്കിയിട്ട് ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ മസാലയുടെ പാകം അല്ലേ? സവോളയും എല്ലാ പൊടികളും നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഈ പാകത്തിൽ എരിവ് ഉപ്പും എല്ലാം നമ്മൾ നോക്കി അല്ലേ? എല്ലാം കറക്റ്റാണ്. അപ്പോൾ ഇനി നമുക്ക് പപ്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പപ്സിൻ്റെ എഗ്ഗും മസാലയും മിക്സ് ചെയ്ത് പേസ്ട്രിയിൽ വെച്ച് നമുക്ക് പപ്സ് ഉണ്ടാക്കാൻ തുടങ്ങാം. നമുക്കിനി ഇതിൻ്റെ പ്രിപ്പറേഷൻ കണ്ടു നോക്കാം. മുട്ടയുണ്ട് നമുക്കിവിടെ, അതുപോലെ നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത മസാലയുണ്ട്. നമ്മുടെ പഫ് പേസ്ട്രി ഷീറ്റ് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചിരിക്കുന്നതാണ്. അത് റൂം ടെമ്പറേച്ചറിൽ നമ്മൾ നേരത്തെ ഫ്രീസറിൽ നിന്നൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചിരിക്കുന്ന പഫ് പേസ്ട്രി ഷീറ്റാണ്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ പുറത്ത് ബ്രഷ് ചെയ്ത് കൊടുക്കാനായിട്ട് കുറച്ച് ബട്ടറും കൂടി ഉണ്ട്. അന്നേരം അത് വിട്ടു പോരാതിരിക്കാനായിട്ട് അത് നമ്മളെ സഹായിക്കും. അതുപോലെ നമ്മളൊരു ഫോർക്ക് വെച്ചിട്ട് പതിയെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കും, അതിൻ്റെ ടിപ്സ് എല്ലാം കൂടെ. അപ്പോൾ അതൊന്നും കൂടെ വിട്ടു പോരാതിരിക്കും. അപ്പോൾ നമുക്ക് ഒരെണ്ണം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് മാളും ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഒരെണ്ണം എടുക്കും അല്ലേ? ഓക്കെ, ഓക്കെ. നമ്മൾ ട്രേയുടെ കാര്യം പറയാൻ മറന്നുപോയി. നമ്മൾ ഓവൻ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ ഓവൻ ഏകദേശം ഓക്കെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലോ. ഓക്കെ, ടെമ്പറേച്ചർ നമ്മൾ ഏകദേശം 370 ഡിഗ്രി ഫാരൻഹീറ്റിലാണ് വെച്ചേക്കുന്നത്. ഏകദേശം 5 മിനിറ്റ് നമ്മളിത് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിരിക്കുകയാണ്. ഓക്കെ, നമുക്കിനി പഫ്സ് എങ്ങനെയായതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച പഫ് പേസ്ട്രി വെച്ചിട്ടുണ്ട്. അതിൻ്റെ നടുക്കൂട്ട് ഏകദേശം 1 സ്പൂണോളം നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ച മസാല നമ്മൾ വെച്ച് കൊടുക്കുന്നു. അതൊന്ന് ചെറുതായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് അതിലേക്ക് നേരത്തെ മുറിച്ച് വെച്ചിരുന്ന മുട്ട അത് വെച്ച് കൊടുക്കുന്നു. അതിനുശേഷം നമുക്കിത് ഫോൾഡ് ചെയ്യാം. ഇത് 2 എൻഡും നടുക്കൂട്ട് കൊണ്ടുവരിക. അതിനുശേഷം ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഫോർക്ക് വെച്ച് പ്രസ് ചെയ്യണമെന്നുകൊണ്ട് നല്ലതായിരിക്കും. അതിൻ്റെ ടിപ്സ് ഒന്ന് ജോയിൻ്റ് ആയിട്ടിരിക്കാനായിട്ട് ഒന്ന് ശ്രദ്ധിച്ച് ഫോർക്ക് വെച്ച് പ്രസ് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം നമുക്ക് 2 എൻഡും ഒന്ന് യോജിപ്പിക്കാം. അപ്പോൾ ഇത് സ്ക്വയർ ഷേപ്പിൽ മുറിക്കുവാണെങ്കിൽ നമുക്കത് കറക്റ്റായിട്ട് കിട്ടുവേ. അപ്പോൾ നമ്മളിത് റെക്റ്റാങ്കിൾ ഷേപ്പിലായി മുറിച്ചപ്പോൾ അപ്പോൾ അതുകൊണ്ട് നമ്മളതൊന്ന് അതിൻ്റെ എൻഡ് ഒന്ന് യോജിപ്പിച്ച് വെക്കാം. അതിനുശേഷം ഒന്നും കൂടെ ഒന്ന് ഫോർക്ക് വെച്ച് നമുക്ക് അതിൻ്റെ എൻഡ്സ് ഒന്ന് കൂട്ടി യോജിപ്പിച്ച് കൊടുക്കാം. വീണ്ടും നമുക്ക് അതുപോലെ തന്നെ ഒന്നും കൂടെ ഫോൾഡ് ചെയ്യാം. അതിനുശേഷം ഫോർക്ക് വെച്ച് നേരത്തെ ചെയ്ത പോലെ തന്നെ വീണ്ടും പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അതിൻ്റെ മുകളിൽ നേരത്തെ പറഞ്ഞ പോലെ ബട്ടർ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബട്ടർ ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് വിട്ടു പോരാതിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ പഫ്സിൻ്റെ പേസ്റ്റ് നന്നായിട്ട് പൊങ്ങി വരാനായിട്ട് ബേക്ക് ചെയ്യുമ്പോൾ അതിന് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതുപോലെ നമുക്ക് ഇപ്പം കാണിച്ച പോലെ എല്ലാം ഒന്ന് പ്രിപ്പയർ ചെയ്തെടുക്കാം.
ഓക്കെ, നമ്മളിപ്പോൾ എല്ലാ പഫ് പേസ്ട്രീസും അതുപോലെ തന്നെ ഫോൾഡ് ചെയ്ത് മുട്ട വെച്ച് ഫോൾഡ് ചെയ്ത് നമ്മൾ ഇനിയിപ്പം നേരത്തെ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓവനിലോട്ട് നമുക്ക് വയ്ക്കാം. വെച്ചിട്ടുണ്ട്. ഇനി ടെമ്പറേച്ചറൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാം. അപ്പം ഇതിവിടെ നമ്മൾ 370 ഡിഗ്രി ഫാരൻഹീറ്റിൽ തന്നെയാണ് ഇത് ഉണ്ടാക്കുന്നത്. നമുക്ക് ഏകദേശം ഒരു 30 മിനിറ്റ്സ് വേണം ഇത് വെക്കാനായിട്ട്. അപ്പം 25 മിനിറ്റ്സ് തൊട്ട് നമുക്കൊന്ന് എങ്ങനെയുണ്ട് ഇത് ആയോ എന്നൊന്ന് നോക്കുക. ലൈറ്റ് ഓൺ ചെയ്തിട്ട് ഇതിൻ്റെ പൊങ്ങി വരുന്നുണ്ടോ അതൊക്കെ നമുക്ക് കറക്റ്റായിട്ടൊന്ന് ചെക്ക് ചെയ്യണം. 25 മിനിറ്റ്സ് കഴിയുമ്പോൾ തൊട്ട് നമ്മളതൊന്ന് വാച്ച് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ നമുക്ക് ഒരു 30 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാം. 30 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ പഫ്സ് എന്തോരായെന്ന് നമുക്കിപ്പോൾ നോക്കാം. കറക്റ്റായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് പഫ് പേസ്ട്രിയൊക്കെ. ഇനി ഇതിൽ ഒരെണ്ണം എടുത്ത് നമുക്കൊന്ന് നോക്കാം എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ പഫ് പേസ്ട്രി കറക്റ്റ് പൊങ്ങി വന്നു. നല്ല ഗോൾഡൻ ബ്രൗൺ കളറാണ്. മസാലയുടെ ടേസ്റ്റ് നമ്മൾ നേരത്തെ നോക്കിയതാണ്, സൂപ്പറായിരുന്നു. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഞങ്ങളെ അഭിപ്രായം അറിയിക്കുമല്ലോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ രുചിയുടെ ലോകം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അഭിപ്രായങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയതിൻ്റെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് ഇടാനും മറക്കരുത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞങ്ങൾ അപ്പോൾ തന്നെ റെസ്പോണ്ട് ചെയ്യുന്നതുമായിരിക്കും കമൻറ്റിൻ്റെ റിപ്ലൈ ആയിട്ട്. താങ്ക് യു സോ മച്ച്.